അങ്ങനെയല്ല. ഇപ്പൊ ഹൈദർ അലിയുടെ ഇന്റർവ്യൂ, ഹൈദർ അലിയുടെ പെരുമാറ്റങ്ങൾ, ചോദ്യമൊക്കെ കാണുമ്പോൾ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഇത് കാണുന്നവർക്ക് തോന്നും ഇവൻ ഒരു ഇടി പിടി കൊടുക്കാതെ രക്ഷയില്ല എന്ന് തോന്നുമല്ലോ. പലർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. കാര്യം എന്താണെന്ന് വെച്ചാൽ സുരാജിന്റെ ആക്ടിവിറ്റീസ് കാട്ടുമ്പോൾ ഇവന്റ് പിടിച്ചൊരെണ്ണം കൊടുക്കാൻ നമുക്ക് തോന്നും. സത്യം. ഒറിജിൻ വിജയ് പോലെയുള്ള താരങ്ങളൊക്കെ വെളുപ്പിന് 4 മണിക്കും സുരാജ് പോലെയുള്ള ആർട്ടിസ്റ്റുകൾ വൈകുന്നേരം 4 മണിക്കും ഷോ വെക്കുന്നതാണ്. അത് സുരാജ് ഏട്ടനെ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് കണക്ക് കൂട്ടാൻ അറിയുന്ന ആള് കൂട്ടുമ്പോൾ കറക്റ്റ് ആവും. പക്ഷെ സുരാജ് കൂട്ടുമ്പോ എങ്ങനെയാണ്? ഇവരെങ്ങാനും പ്രൊഡക്ഷൻ കമ്പനി ഇവൻ കണക്ക് കൂട്ടി തുടങ്ങിയിരുന്നെങ്കിൽ പഴയ റബ്ബർ ബോട്ടിൽ തന്നെയൊക്കെ തിരിച്ചു പോകേണ്ടി വന്നേനെ. മലയാളികൾ ഏറ്റവും കാത്തിരിക്കുന്നത് എമ്പുരാനാണ്. എമ്പുരാനിൽ ഒരു റോൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഞാനതില് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. തട്ടിക്കൂട്ടി എവിടെ ഇരുന്ന ഈ കോട്ട് ഇപ്പോഴും അവരിങ്ങനെ ചൊറിയുന്നുണ്ട്. ലിസ്റ്റ് വെറുതെ ഇത് എടുത്തോണ്ട് തന്നിട്ട് എന്താ പറഞ്ഞ അറബിക്കഥയുടെ കോട്ടാണെന്ന്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഭാഗ്യമായിട്ട് കണക്കാക്കി. ബാക്കിയെല്ലാം കയ്യിൽ നിന്ന് പൈസ പോയിട്ടുണ്ടോ? അല്ലല്ല, ഈ സിനിമയുടെ ഒരു കണ്ടന്റ്, ഒരു മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് എല്ലാ ലാംഗ്വേജിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ കാന്താര എന്ന് പറയുന്ന സിനിമ ഞാൻ പറഞ്ഞു, ഇവിടെ നമ്മൾ ആദ്യം 4 സ്ക്രീനിൽ മാത്രമേ ഉള്ളൂ റിലീസ് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് 150, 250, 350 ഇവിടെ ഒരു വലിയ ഷെയർ വന്ന ഒരു സിനിമയായി, ഗ്ലോബലി അതൊരു വലിയ ഷെയർ വന്ന സിനിമയായി മാറി. അപ്പം അതൊക്കെ പ്രതീക്ഷിക്കുന്നു. ഇപ്പം സിനിമകൾ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് ഇത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത്. അപ്പം എല്ലാ സിനിമകളും നമ്മളിങ്ങനെ സിനിമകൾ നിർമ്മിക്കുമ്പം നമ്മുടെ അതിൻ്റെ ഒരു ഭാഗമാണ് പ്രൊമോഷൻ കൊടുക്കുക, അതിൻ്റെ ഇൻ്റർവ്യൂസ് കൊടുക്കുക എന്നുള്ളത്. അപ്പം 1000 ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മുടെ രീതിയിൽ നമ്മുടെ മനസ്സിൽ എന്താണോ അപ്പോൾ ആ ഒരു ഉത്തരവായിട്ട് വരുന്നത് അത് നമ്മൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മളോട് അങ്ങനെ ചോദിച്ചു, നമ്മൾ നമ്മുടെ പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. എന്തായാലും 100 കോടി 200 കോടി മിനിമം മേടിക്കുന്ന ഒരാൾ കൂടി ഉണ്ടല്ലോ അല്ലെ നമ്മുടെ ഒപ്പം. അല്ല, മാർക്കോ ഫസ്റ്റ് ഷോയ്ക്ക് കണ്ടിട്ട് ഇത് സെക്കൻഡ് ഷോയ്ക്ക് കണ്ടാലും മതി. അങ്ങനെയുള്ളപ്പം മാർക്കോയ്ക്ക് അങ്ങനെ ഒരു റേറ്റിംഗ് ഉള്ള സ്ഥിതിക്ക് മോർണിംഗ് ഷോ അത് കണ്ടിട്ട് നമുക്കൊരു മാറ്റിനി മുതൽ കിട്ടിയാലും മതി. അതെ. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞല്ലോ സൈക്കോ എന്ന് പറയണ്ട എന്ന് പറയുമ്പോഴും സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്ന പല പ്രേക്ഷകർക്ക് പല രീതിക്കായിരിക്കുമല്ലോ. പക്ഷെ എനിക്ക് ഈ സിനിമ ഇപ്പോൾ എവിടെയോ കുറേ നേരം ട്രെയിലർ കണ്ടു. നിങ്ങൾ വരാൻ താമസിച്ചപ്പോൾ അത് തന്നെ ഇട്ട് ഞങ്ങളിങ്ങനെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. വൈകിയപ്പോഴേ കണ്ടോ ആ കസേര എടുത്ത് അടിക്കുന്ന ഒരു സീനുണ്ടോ, അത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്. ഇത്തരം സീനുകൾ ചെയ്യുമ്പോൾ ആ ഡയറക്ടർ പറയുന്ന സീൻ ചെയ്യുന്നു എന്നുള്ള അത്തരം സീനുകൾ ചെയ്യുമ്പോൾ സുരാജേട്ടൻ്റെ മനസ്സിൽ തോന്നി എന്തായിരുന്നു ആ ഒരു സീൻ ചെയ്യുന്ന സമയത്ത്? ആ ക്യാരക്ടറായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. പരമാവധി ആ ക്യാരക്ടറായിട്ട് നിൽക്കാനായിട്ട് ശ്രമം നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഈ സിനിമയിൽ എത്ര അഴിഞ്ഞാട്ടം ഉണ്ടാവും? സിനിമയിൽ ഉടനീളം അഴിഞ്ഞാട്ടമാണ് എല്ലാ സീനും. അതായത് ഈ സിനിമ നിങ്ങളെ ഒരു 2 മണിക്കൂർ ഫുൾ എൻഗേജിലായിരിക്കും. നിങ്ങൾ കണ്ടുകൊണ്ട് നല്ല എൻഗേജിലായിട്ടുള്ള മുഹൂർത്തങ്ങൾ അതിനകത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. എൻഗേജിങ് ആയിരിക്കുക എന്നുള്ളതാണല്ലോ. അത് നിങ്ങൾ 2 മണിക്കൂർ ഉറപ്പായിട്ട് എൻഗേജ് ചെയ്യും. സുരാജേട്ടനാണെങ്കിൽ ശരി, ലിസ്റ്റിനാണ് എല്ലാ ഇന്റർവ്യൂവിലും പറയുന്നത് ഈ സിനിമ വളരെയധികം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പ് തന്നെ തരുന്നത്. നിങ്ങൾ ഇങ്ങനെ ഇത്തരം ഉറപ്പ് തന്ന ഒരു സിനിമ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. ഞാൻ സുരാജേട്ടൻ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. അത്രയും ഉറപ്പ് തരുന്നത് അങ്ങനെയല്ല. ഇപ്പൊ ഹൈദർ അലിയുടെ ഇന്റർവ്യൂ, ഹൈദർ അലിയുടെ പെരുമാറ്റങ്ങൾ, ചോദ്യമൊക്കെ കാണുമ്പോൾ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഇത് കാണുന്നവർക്ക് തോന്നും ഇവൻ ഒരു ഇടി പിടി കൊടുക്കാതെ രക്ഷയില്ല എന്ന് തോന്നുമല്ലോ. പലർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. കാര്യം എന്താണെന്ന് വെച്ചാൽ സുരാജിന്റെ ആക്ടിവിറ്റീസ് കാട്ടുമ്പോൾ ഇവന്റ് പിടിച്ചൊരെണ്ണം കൊടുക്കാൻ നമുക്ക് തോന്നും. ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു സൈക്കോ, ഒരു ക്യാരക്ടർ ചേഞ്ച് ഉണ്ടല്ലോ, അതാണ് ഈ സിനിമ. ഞാൻ ഇവിടെ ഉണ്ട്. അല്ല, അപ്പം ഞാനും സുരാജും ഒരേ കാറ്റഗറിയിലാണോ? അങ്ങനെയല്ല. എല്ലാം ആരും പെർഫെക്റ്റ് അല്ല. എല്ലാ മനുഷ്യരിലും സൈക്കോ ഉണ്ട്. അത് സാഹചര്യത്തിനനുസരിച്ചിട്ടാണ്. അതങ്ങനെ വരുമ്പോൾ നമുക്ക് കണ്ടു നിൽക്കുന്നവർക്ക് ഇത് സൈക്കോയുടെ അങ്ങനെ തോന്നുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട്. ഹൈദർ അലി ഇന്നാല് ഡാൻസ് കാട്ടി, ഇതെല്ലാം പ്രേക്ഷകർ കാണേണ്ട വന്നില്ലേ? ഇതെല്ലാം പാട്ട് പാടുന്നു, തുള്ളുന്നു, ഇതെല്ലാം കാണികൾ കണ്ടുകൊണ്ടിട്ടിരിക്കുകയാണല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു ചെറിയ ലിസ്റ്റിലും ഒരു സൈക്കോ ഉണ്ട്. അതാണ് ഈ വേഷത്തിൽ നിർത്തിയിരിക്കുന്നത്. വേഷം ഇതിനൊന്നൊരു ഞാനിതിന്റെ ടൈറ്റിലിനോട് നീതി പുലർത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ മാത്രമാണ് കുറച്ചുകൂടെ എക്സ്ട്രാ ഡീസന്റ്. ഇപ്പൊ ഗ്രേസ് ഒക്കെ ഇട്ടേക്കുന്ന കണ്ടില്ലേ?
ഇതെന്ത് പറ്റി എന്നുള്ളതാണ്. എന്താ ഇങ്ങനെ ഗ്രേസ് ശരിക്കും ഒന്ന് കോട്ടിടുന്നതുകൊണ്ട് ഈ പബ്ലിസിറ്റിക്ക് ഇതിന് തന്നെ വന്നത്. നമ്മളോട് പറഞ്ഞതാ മറ്റേ പ്രൊമോഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും വിളിക്കരുത്, ഇന്ന് കോട്ടിടാലോ. ചേട്ടാ ഇപ്പം അഡിയോസ് അമിഗോസിന് ശേഷം ചേട്ടാ ഇവിടെ അഡിയോസ് അമിഗോസിന് ശേഷം ചേട്ടൻ്റെ പടങ്ങളൊക്കെ നോക്കുമ്പോൾ ഇച്ചിരി സ്റ്റൈലിഷ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. ഇപ്പം അതും ചെയ്യണ്ടേ? അല്ല ചെയ്യണം. ഇപ്പം മുറയ്ക്കകത്താണെങ്കിലും അതിലെ പ്രൊമോ സോങ്ങിൽ നോക്കി കഴിഞ്ഞാൽ ഇപ്പം EDയിലെ പ്രൊമോ സോങ്ങിലാണെങ്കിലും ഇച്ചിരി ഭയങ്കര ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആണ്. ഇത് ഇവഞ്ച്വലി ഉണ്ടായ ഒരു മാറ്റമാണോ അതോ അല്ലെങ്കിൽ ബോധപൂർവം അങ്ങനെ ഒരു അതിലേക്ക് മാറിയതാണോ? ഇല്ല, ഇത് ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ചെയ്തതെന്ന് മാത്രം, അല്ലാതെ ബോധപൂർവം ഇങ്ങനെ ഒരു സംഭവം വേണം എന്ന് ഉദ്ദേശിച്ചിട്ടില്ല. ഇതില് ഫെജോയുടെ സോങ്ങിലാണേലും സുരേഷിന് കുറെ ഡാൻസ് മൂവ്സ് നമുക്ക് കാണാൻ പറ്റി. അപ്പൊ അതൊക്കെ എത്രത്തോളം പ്രയാസകരമായിരുന്നു? അതെല്ലാം അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ആ ഡാൻസ് മാസ്റ്ററോട് തന്നെ ചോദിക്കണം. പെട്ടതുള്ള സൈക്കിളായിരുന്നു സത്യം. കണ്ടില്ല, എനർജി കണ്ടില്ലേ? അങ്ങനെ ചെയ്യിപ്പിച്ച് അദ്ദേഹം വിടും, എന്ത് ചെയ്യാൻ പറ്റും? വിക്രമിന്റെ കൂടെ ഞാൻ അതിലും വലുതാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. നിങ്ങൾ പാൻ ഇന്ത്യ സ്റ്റാർ ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു പറയില്ല, ഞാൻ അതുക്കും മേലെ എന്നാണ് എൻ്റെ വിശ്വാസം. തിരുത്തില്ലേ, എന്നെ അങ്ങനെ കാണല്ലേ. അല്ല, വിക്രമിന്റെ കൂടെയുള്ള അപ്ഡേറ്റ് എന്താണ്? അപ്ഡേറ്റ് അത് ജാനുവരിയിലാണ് വീര ധീരാശൂര റിലീസ്. നല്ല രസകരമായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ അപ്ഡേഷനൊക്കെ ഇനിയിപ്പോൾ ഉടനെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വരും. ഓക്കെ, ലിക്സിൻ ചേട്ടനായിട്ടൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടു. അതായത് 4 മണിക്ക് ED ഷോ വെക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. 4 മണിക്ക് വെക്കുന്നുണ്ടോ? 4 മണിക്ക് വച്ചാൽ കൊള്ളാമെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ നമ്മൾ തന്നെ മനസ്സിലാക്കി അത് കുടുംബം മാത്രമേ കാണൂ. അവരും രാവിലെ വിളിച്ച് ഉണർത്തിക്കൊണ്ട് വരുന്നതിൻ്റെ ദേഷ്യവും മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞു, ഞാൻ പിള്ളേരെ സ്കൂളിൽ വിടാൻ സമയത്ത് അങ്ങേരിടാം അങ്ങനെ. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരും. എങ്ങനെ ആ വ്യവസ്ഥയല്ല, 4 മണിക്ക് നമ്മുടെ ഷോ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. 4 PM വൈകിട്ട് 4 മണിക്ക്. വൈകുന്നേരം, അതെ, വൈകുന്നേരം 4. നമുക്ക് അതിന് ശേഷമുള്ള ഷോ മതി. അതുവരെ നമ്മൾ ഇറങ്ങിയ എല്ലാ സിനിമകളും കാണും. അല്ലു അർജുൻ, വിജയ് പോലെയുള്ള താരങ്ങളൊക്കെ വെളുപ്പിന് 4 മണിക്കും സുരാജ് പോലെയുള്ള ആർട്ടിസ്റ്റുകൾ വൈകുന്നേരം 4 മണിക്കും ഷോ വെക്കുന്നതാണ്. അത് സുരാജ് ഏട്ടനെ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഡയറക്ടറെ പുള്ളിയുടെ ആത്മകഥയാണിത്, പുള്ളിയുടെ നമ്മുടെ തിരക്കഥാകൃത്തിന്റെ. അതാണ് യഥാർത്ഥ സൈക്കോ, ഇതിന്റെ എഴുത്തുകാരനാണ്. അപ്പോൾ ഇവരുടെ ആത്മകഥ അവർ തന്നെ വിവരിച്ച് തരുമ്പോൾ നമ്മൾ ഈസി ആയിട്ട് അതിലേക്ക് കയറാനും പറ്റി. കണ്ടുകൊണ്ടിരിക്കല്ലേ. പൈസ കിട്ടണോടെ ആദ്യം ചെയ്യാന്ന് കരുതി. അല്ല, അത് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ കഥയും കഥാപാത്രം ഇതുവരെ വരാത്തൊരു സംഭവം, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത. എനിക്ക് ആ ക്യാരക്ടറും കഥയും ഭയങ്കര പുതുമയായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അതിൽ വരാനായിട്ട് കാരണം. ഉണ്ട്, അത് കറക്റ്റാണ്. കാരണം കഥ കേൾക്കുന്നത് ഞാനാണ്. ഞാൻ കഥ കേട്ട് ഓക്കെ എല്ലാം പറഞ്ഞ് സന്തോഷം എന്ന് പറയുന്ന പുള്ളിയുടെ കൂടെയുള്ള ആളാണ്. സന്തോഷ് ഏട്ടൻ്റെ ഞാൻ പറഞ്ഞൊരു കഥ കേട്ട്, ഞാൻ നല്ല കഥയൊക്കെ ഒന്ന് ഷെയർ ചെയ്യും. ഷെയർ ചെയ്തിട്ട് പുള്ളി ആ കഥയും കേട്ടിട്ട് ഉടനെ എന്നോട് പറഞ്ഞു, ഇത് ലിസ്റ്റിൻ സാറിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഞാൻ പറഞ്ഞു, എടേ ഞാൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണത്. അല്ല, സാറിന് കൂടെ വരും, അത് വേറൊരു ലെവലെത്തിക്കും എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ കണ്ടല്ലോ ലെവലല്ല. പിന്നെ ഞാൻ കാണുന്നത് 2 പ്രാവശ്യം. ഒന്ന് അതിൻ്റെ ഷൂട്ടിങ് തീരുന്ന ദിവസവും, പിന്നെ ഏതാണ്ട് ഈ പ്രസ് മീറ്റിങ് ഓഡിയോ ലഞ്ചിനും കണ്ടു. 3ാമത്തെ വട്ടം. കണക്കുകളൊക്കെ കറക്റ്റായിരുന്ന? അത് കണക്ക് കൂട്ടാൻ അറിയുന്ന ആള് കൂട്ടുമ്പോൾ കറക്റ്റ് ആവും. പക്ഷെ സുരാജ് കൂട്ടുമ്പോ എങ്ങനെയാണ്? ഇവരെങ്ങാനും പ്രൊഡക്ഷൻ കമ്പനി ഇവൻ കണക്ക് കൂട്ടി തുടങ്ങിയിരുന്നെങ്കിൽ പഴയ റബ്ബർ ബോട്ടിൽ തന്നെയൊക്കെ തിരിച്ചു പോകേണ്ടി വന്നേനെ. സംഭവം അതിനൊക്കെ ലിസ്റ്റിന് ആളിനെ വെച്ചിട്ടുണ്ട്. കറക്റ്റ് പുള്ളിയുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ കണക്ക് ഇതുവരെ നോക്കിയിട്ടില്ല. ഒന്ന് റിലീസ് 20-ാം തീയതി ആയിരുന്നു. നിങ്ങളെല്ലാവരും കൂടെ കണക്ക് നോക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരണം. എനിവേ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടിട്ട് ഈ സിനിമ
ഒരു വിജയമാവും എന്നുള്ളതാണ് എനിക്ക് ഈവൻ തോന്നുന്നത്. കാരണം ഇന്നലെ ആയിരുന്നു പടത്തിൻ്റെ സെൻസർ. ഞാൻ സെൻസർ ഓഫീസറുമായിട്ട് പോലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഭയങ്കര പോസിറ്റീവായിട്ട്, കാരണം നമ്മുടെ പല സിനിമകളും നമ്മൾ സംസാരിക്കാറുണ്ട്, പക്ഷെ അദ്ദേഹം വളരെയധികം പോസിറ്റീവായിട്ട് ഈ സിനിമ ഭയങ്കരമായിട്ട് എൻ്റർടൈനറാണ്, സിനിമ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ മ്യൂസിക്കായിട്ട് എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. കൃഷ്ണ ഇതൊരു വിജയിക്കുന്ന സിനിമയായിട്ടാണ് നമുക്ക് തോന്നിയിരിക്കുന്നതെന്നാണ് അപ്പം ഒരു പുറത്തുനിന്നുള്ള ഒരാൾ കണ്ടപ്പോൾ പറഞ്ഞത്. സിനിമയുടെ പല ആളുകളും കണ്ടിട്ടുണ്ട് കേട്ടോ, പല ആളുകളും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ അതിലൊക്കെ വിശ്വസിക്കുന്നു. അത് ഞാൻ ക്രിസ്ത്യാനിയാണ്. അപ്പം ഞങ്ങളുടെ ഈ പള്ളിയിൽ കുർബാന തീർന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്, വിസ്തീർണത്തിൻ്റെ ബലിപീഠമേ സൃഷ്ടി. അപ്പോൾ അതിൻ്റെ അത് ചെന്ന് അവസാനിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനിയൊരു ബലി അർപ്പിക്കാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാണ്. അപ്പോൾ 20-ാം തീയതി കഴിഞ്ഞ് അത് തീരുമാനിക്കും, ഇനി ഞങ്ങൾ തമ്മിൽ ഒരു സിനിമ ഒരുമിച്ചുണ്ടാവുമോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. രാജുവേട്ടനായിട്ട് ഇനി ഒരു അസോസിയേഷൻ എപ്പോഴാണ് കൃഷ്ണൻ ചേട്ടൻ? അപ്പോൾ അടുത്ത വർഷം ഞങ്ങളുടെ 2 സിനിമകളുണ്ട്. ജനഗണമന 2 അത് അതിൻ്റെ തിരക്കഥ പൂർത്തിയാകുമ്പോഴും. ഇപ്പൊ മലയാളികളെ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് സുരാജേട്ടനോടാണ്. മലയാളികൾ ഏറ്റവും കാത്തിരിക്കുന്നത് എമ്പുരാനാണ്. എമ്പുരാനിൽ ഒരു റോൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട് സുരാജേട്ടന്. അതെല്ലാം മാർച്ച് 27-ാം തീയതി അറിയാം. ഞാനതിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇന്ന് കോട്ടിട്ട് നോക്കാം, അതിലും പരിഗണിച്ചില്ല അടുത്ത പരിപാടി ഇറക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതാണ് ഇതിൻ്റെ പബ്ലിസിറ്റിയുടെ ലാസ്റ്റ് പരിപാടി. അപ്പോൾ പറഞ്ഞു ഓക്കെ, ഉള്ളത് മതി, എല്ലാവരും പെട്ടെന്ന് തന്നെ അതൊക്കെ നല്ല ഐഡിയ ആയിട്ട് തോന്നി. നല്ല സാരിയൊക്കെ കൊടുത്ത് ഗംഭീരാക്കി വന്ന ലിസ്റ്റിൻ ചെന്ന് ഒരു പ്രൊഡ്യൂസറെ ചെന്നിട്ട് ഇല്ലേ ചെയ്തല്ലെന്ന് പറഞ്ഞിട്ട് തട്ടിക്കൂട്ടി എവിടെ ഇരുന്ന ഈ കോട്ട് ഇപ്പോഴും അവരിങ്ങനെ ചൊറിയുന്നുണ്ട്. ലിസ്റ്റിൻ ഒരുത്തേ ഇത് എടുത്തോണ്ട് തന്നിട്ട് എന്താ പറഞ്ഞ അറബിക്കഥയുടെ കോട്ടാണെന്ന് ചോദിച്ചു. ഡയറക്ടറിന്റെ അടുത്താണ് സിനിമ 20-ാം തീയതി ഇറങ്ങിയാണ്. താങ്കളുടെ പ്രതീക്ഷ വലുതാണ്. നേരത്തെ നമ്മൾ ഇന്റർവ്യൂ ചോദിച്ചോളാം, എങ്ങനെയാണ് സിരാജിലേക്ക് കഥ എത്തി, സിരാജിൽ നിന്നും എങ്ങനെയാണ് ലിസ്റ്റിലേക്ക് എത്തിയത് പറഞ്ഞത്. അമിത പ്രതീക്ഷയോട് കൂടിയാണ് നമ്മുടെ സിനിമയാണ്. നമുക്ക് ഒത്തിരി പ്രതീക്ഷ ഉണ്ട് ഈ സബ്ജക്റ്റിൽ. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ചേർന്നാണ് എന്നോട് എനിക്ക് തോന്നുന്നത്, തമാശയ്ക്ക് പറയാൻ നിങ്ങളൊരു ജീവിതമാണെന്ന് പറഞ്ഞു, അതിലെന്തെങ്കിലും യാഥാർത്ഥ്യം? അതായത് അമിത പ്രതീക്ഷ എന്നുള്ളതല്ല, നമുക്കൊരു സിനിമ, എല്ലാ സിനിമകളിലും നമ്മൾ സ്വാഭാവികമായിട്ടുള്ള ഒരു സംവിധായകൻ്റെയും അതിൻ്റെ അണിയറ പ്രവർത്തകരുടെയും പ്രതീക്ഷ തന്നെയാണ്. അപ്പോൾ ഇത് നേരെ ഉത്തരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ ജീവിതകഥ എന്നല്ല, എൻ്റെയും റൈറ്ററുടെയും അപ്പുറത്ത് നമുക്ക് ചുറ്റുപാടുമുള്ള, നമുക്ക് കണ്ടുപരിചയമുള്ള, ഇപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊക്കെ എൻ്റെ അടുത്ത് പറയാൻ സാധ്യതയുണ്ട്, എടാ നീ പറഞ്ഞ കറക്റ്റാണ്, കാരണം ഇതിങ്ങനെ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഞാൻ തന്നെ ഇങ്ങനെയാണെന്ന് ചിലപ്പോൾ നിങ്ങൾ പറയും. ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവർക്കും നമുക്ക് കണ്ടുപരിചയമുള്ള, നമ്മുടെ ചുറ്റുപാടുള്ള, നമുക്ക് അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിലൊക്കെ ഉള്ള നമ്മുടെ കൂട്ടുകാർക്കിടയിലൊക്കെ പലപ്പോഴും നമ്മുടെ സംസാരത്തിൽ വരുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് ബിനു. ആ ബിനുവിൻ്റെ കുടുംബം എങ്ങനെ, അപ്പോൾ ആ കുടുംബം എങ്ങനെയാണ് ബിനുവിനെ കൈകാര്യം ചെയ്യുന്നത്, ബിനു എങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്യുന്നത്, എന്താണ് അതിനകത്തുള്ള, അതിനൊക്കെ നർമ്മത്തിൽ ചാലിച്ചിട്ടുള്ള രീതിയിലാണ് നമ്മൾ. പിന്നെ സിനിമ ഒരു ഡാർക്ക് ഹ്യൂമർ ജോണറാണ്. മലയാളത്തിൽ അങ്ങനെ കൂടുതൽ വന്നിട്ടില്ലാത്തൊരു ജോണറാണ് ഡാർക്ക് ഹ്യൂമർ. അപ്പോൾ ആ ഡാർക്ക് ഹ്യൂമറിനകത്ത് നമുക്ക് എത്രത്തോളം പൊലിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബിനു എന്ന ഒരു ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയാണ് ആ വീടും ഈ ഇരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സും ഉള്ളത്. അപ്പോൾ ഈ കൊടുക്കൽ വാങ്ങലുകൾ ഇപ്പം ശ്യാമിൻ്റെ ക്യാരക്ടർ ആണെങ്കിലും വിനീതട്ടലിൻ്റെ ക്യാരക്ടർ ആണെങ്കിലും ഗ്രേസിൻ്റെ ആണെങ്കിലും ചേച്ചിയുടെ ആണെങ്കിലും അല്ലെങ്കിൽ അച്ഛൻ സുധീർ കരമന, ഇവരുടെ എല്ലാവരുടെയും പെർഫോമൻസ് നമുക്ക് സ്വാഭാവികമായിട്ട് എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ടല്ലോ എന്ന് തോന്നാനുള്ള പ്രധാന കാരണങ്ങൾ വെച്ചാൽ സുരാജേട്ടൻ്റെ ബിനു എന്നുള്ള ക്യാരക്ടർ അത്രയ്ക്കും അൾട്ടിമേറ്റ്ലി ആ രീതിയിലാണ് സുരാജേട്ടൻ അത് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ക്യാരക്ടറിനോട് ചേർന്ന് നിൽക്കുക, ആ ക്യാരക്ടറിൻ്റെ ഇമോഷൻ വേരിയേഷൻസിനോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ചാലഞ്ചായിരുന്നു. ആ ചാലഞ്ച് അവർ വളരെ വൃത്തിയായി ചെയ്തു. അതെല്ലാവരിൽ നിന്നും അതിൻ്റെ പെർഫോമൻസ് മാക്സിമം എനിക്ക് എടുക്കാൻ പറ്റി. അതുകൊണ്ടാണ് ഇതിൻ്റെ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ സിനിമ കഴിഞ്ഞ് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അങ്കിതിൻ്റെ അടുത്ത് ഈ സ്ക്രിപ്റ്റ് ആദ്യം അങ്കിതിന് കൊടുത്തിരുന്നു. അപ്പോൾ അങ്കിത് വായിച്ചപ്പോൾ പറഞ്ഞു, ബ്രോ അടിപൊളി പരിപാടിയാണ്, ചെയ്തു വരുമ്പോൾ അങ്ങനെയാണല്ലോ മ്യൂസിക് ഡയറക്ടർ പറയാം, ചെയ്തു വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ അങ്കിതിൻ്റെ അടുത്ത് ഫസ്റ്റ് കമൻറ്റ് പറഞ്ഞാൽ ഞാൻ വായിച്ചതിനപ്പുറത്തേക്കാണ് ഇതിൻ്റെ റിസൾട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്കിതിൻ്റെ മ്യൂസിക് കൂടി ആകുമ്പോൾ അതിന് നമ്മളൊരു ഔട്ട് ഓഫ് ബോക്സ് സ്റ്റോറിയാണ്. അപ്പോൾ അതിൻ്റെ മ്യൂസിക്കൽ ട്രീറ്റ്മെൻറ്റും ഒരു ഔട്ട് ഓഫ് ബോക്സ് ജോണറിലാണ് അങ്കിത് അത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അവൻ ഓവറോൾ എല്ലാം കൂടി വരുമ്പോൾ ഫൈനൽ മിക്സിങ് പരിപാടികളോട് കഴിയുമ്പോഴാണ് നമുക്കത് എങ്ങനെയാണ് എന്ന്
പറയും. ഇപ്പോൾ ലിസ്റ്റ് പറഞ്ഞ പോലെ ഇപ്പോൾ സെൻസർ ഓഫീസിൽ നിന്നാണെങ്കിൽ ഞാൻ ഇന്നലെ പോയപ്പോഴും അവരുടെയൊക്കെ റെസ്പോൺസ് വളരെ പോസിറ്റീവായിരുന്നു. അപ്പോൾ നമുക്ക് ചുറ്റുപാടുമുള്ള നമുക്ക് കണ്ടുപരിചയമുള്ള ബയോപിക് ഓഫ് എ എന്താ പറയുക മില്യൺ പീപ്പിൾ അല്ലെങ്കിൽ മില്യൺ ഹൗസ് ഹോൾഡ് എന്ന് പറയാൻ പറ്റുന്ന ഒരു കഥയാണ് ED. അപ്പോൾ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം ഫണ്ണായതുകൊണ്ട് തന്നെ അതിലെല്ലാ സീനുകളിലും സിറ്റുവേഷൻ കോമഡികൾ ഉള്ളതുകൊണ്ട് തന്നെ ആ രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്നതാണ് വിശ്വാസം.